blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, മുംബൈയിൽ നിന്നുള്ള അജിത്തിനും ദിദീപിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ആ അനുഗ്രഹത്തിനായി അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇരുവരെയും കുടുംബത്തിലെ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Give them a bright future, Father, especially in their career. Also, Father, we pray for divine guidance and leading in every step of their life. കർത്താവെ, മകൾ അമേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവഭയത്തിൽ വളരുവാൻ, മാത്രമല്ല അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർ പ്രോസ്പർ ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അജിത്തിൻ്റെയും ദിദീപിയുടെയും പാരൻസിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Matthew 4 and verse number 9. മത്തായിയുടെ സുവിശേഷം 4:9. This is the episode of the temptation of Jesus. ഇത് യേശു കർത്താവിന്റെ പരീക്ഷണ സമയത്തുള്ള ഒരു എപ്പിസോഡാണിത്. And you know that there were some conversations between Jesus, the Son of God, and the devil, the son of darkness. ഇപ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും, ദൈവപുത്രനായ യേശു ക്രിസ്തുവും ഇരുട്ടിന്റെ ആത്മാവായ പുത്രനായ സാത്താനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ The നടക്കുന്നത്. Son of God was tested or tempted in different areas. ഇവിടെ ദൈവപുത്രൻ പല മേഖലകളിൽ പരീക്ഷിക്കപ്പെടുകയാണ്. One of the areas was worship. അതിൽ ഒരു മേഖല എന്നുള്ളത് ആരാധനയുടെ He മേഖലയായിരുന്നു. says, all this I give you, he said, if you bow down and worship me. അവിടെ നാം കാണുന്നു 4:9, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. In the fraction of a second, the devil showed all the kingdoms and all the riches of the kingdoms. നിമിഷാർത്ഥത്തിൽ തന്നെ സാത്താൻ ലോകത്തിന്റെ സകല മഹാത്മ്യത്തെയും ലോകത്തിന്റെ മഹത്തുക്കളെയും യേശു കർത്താവിന് കാണിച്ചു കൊടുത്തു. Then he's putting forward an offer. അതിനുശേഷം സാത്താൻ ഇതാ ഒരു ഓഫർ വെച്ച് നീട്ടുകയാണ്. All the wealth of the nations, ലോകത്തിന്റെ എല്ലാ ധനവും, all the kingdoms, എല്ലാ രാജ്യങ്ങളും, everything, literally everything I will give you. Just bow down and worship me, Satan says to Jesus. സാത്താൻ യേശുവിനോട് പറയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് അക്ഷരാർത്ഥത്തിൽ തരാം, പക്ഷെ ഒരൊറ്റ കാര്യം, ഒന്ന് വീണെന്നെ നമസ്കരിച്ചാൽ മതി. I have a revelation here. ഇവിടെ എനിക്കൊരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. Your worship, my worship is costlier than the wealth of all the kingdoms. ഓർക്കുക, എൻ്റെ ആരാധന, നിങ്ങളുടെ ആരാധന ഈ ലോകത്തിന്റെ സകല സ്വത്തുക്കളെക്കാളും ഉയർന്നതാണ്, വിലയേറിയതാണ്. Did Jesus bow down and worship him? യേശു കർത്താവ് വീണ് നമസ്കരിച്ചുവോ? No. ഇല്ല. He said, I can worship only the Lord my God. അവിടെ യേശു പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ഞാൻ ആരെയും ആരാധിക്കില്ല. So Revelation chapter number 13. വെളിപ്പാട് പുസ്തകം 13. Before that, let's read Jeremiah chapter 1 verse number 16. അതിനു മുമ്പ് ഇരമ്യാവ് 1:16 നമുക്കൊന്ന് വായിക്കാം. I'll pronounce my judgments on my people because of their wickedness in forsaking me, in burning incense to their gods, and in worshipping what their hands have made. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. If I make an image and if I worship that, I am worshipping my creation. ഓർക്കുക, ഞാൻ ഏതെങ്കിലും ഒരു പ്രതിമയുണ്ടാക്കിയാൽ, ഒരു രൂപമുണ്ടാക്കി ഞാൻ അതിനെ ആരാധിക്കുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ സൃഷ്ടിയെ ഞാൻ ആരാധിക്കുകയാണ്. That is not worship. അതൊരിക്കലും ആരാധനയല്ല. Revelation 13. ഇനി ഇപ്പോൾ വെളിപ്പാട് 13.
14 and 15, because of the signs, it was given power to perform on behalf of the first beast. It deceived the inhabitants of the earth. It ordered them to set up an image in honor of the beast who was wounded by the sword and yet lived. 14 and 15, മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. 15, the second beast was given power to give breath to the image of the first beast so that the image could speak and cause all who refused to worship the image to be killed. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. The beast is a representation of the devil. ഇവിടെ കാണുന്ന മൃഗം എന്നുള്ളത് സാത്താന്റെ പ്രതീകമാണ്. And the whole inhabitants of the earth will be deceived by the beast to worship false gods. ഇവിടെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സകല വാസികളും ഇപ്പോൾ ഈ മൃഗത്തെ ആരാധനയിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ വഞ്ചിക്കപ്പെട്ടവരായിരിക്കുകയാണ്. Let's read Revelations 14 and verse number 9 and 10. ഈ സമയത്ത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ വായിക്കാം. These are all eschatological things that is going to happen in the last days. അവസാന കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അവസാന കാലഘട്ടങ്ങളിലെ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. Verse number 9 in chapter 14 of the book of Revelation, a third angel followed them and said in a loud voice, if anyone worship the beast and its image and receives its mark on their forehead or on their hand, they too will drink the wine of God's fury, which has been poured full strength into the cup of his wrath. They will be tormented with burning sulfur in the presence of the holy angels and of the Lamb. അവിടെ നാം കാണുന്നു 9-10 വചനങ്ങളിൽ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. The Bible is so seriously speaking against worship of false gods. ഇവിടെ ദൈവം വളരെ ഗൗരവപരമായി വ്യാജ ആരാധനയ്ക്കെതിരെ സംസാരിക്കുകയാണ്. If it is speaking against false worship, it is also speaking about true worship. ഓർക്കുക, ഇവിടെ ഒരു വ്യാജ ആരാധനയ്ക്കെതിരെ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒരു യഥാർത്ഥ ആരാധനയുമുണ്ട്. Many so-called believers do not know what true worship is. ഒത്തിരി വിശ്വാസികൾക്കും യഥാർത്ഥ ആരാധന എന്താണെന്ന് അറിയില്ല. They know that they should worship the Redeemer. അവർക്ക് അറിയാം, അവർക്ക് ദൈവത്തെ ആരാധിക്കേണ്ടവരാണെന്ന് അവർക്കറിയാം. But there are a multifarious ways of mode and method of worship going on. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആധുനിക തരത്തിലുള്ള ആരാധനയുടെ മെത്തേഡുകൾ നടക്കുകയാണ്. But we have to be very careful to check if that is in line with what is prescribed in the word of God. എന്നാൽ ദൈവവചന അനുസൃതമായി നടക്കുന്ന ആരാധനയാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. So in the New Testament we are going to turn to Jesus. What is the worship Jesus has prescribed? എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമുക്ക് യേശുവിലേക്ക് തിരിഞ്ഞിട്ട് ഏത് തരത്തിലുള്ള ആരാധനയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. As you know, as we travel from the Old Testament to the New Testament, as I always say, every revelation is progressive. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എല്ലാ വെളിപ്പാടുകളും പുരോഗമനപരമായിട്ടുള്ള വെളിപ്പാടുകളാണ്. So in the New Testament, Jesus reveals the acceptable way of worship to God. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ആരാധനയുടെ മാർഗമാണ് അവൻ വെളിപ്പെടുത്തുന്നത്. And I invite you all to come to the book of John, the Gospel of John. ഞാൻ നിങ്ങളെ എല്ലാവരെയും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. Go forward very fast. വളരെ വേഗത്തിൽ നമുക്ക് പോകാം. John chapter 1, 2, 3, 4th. യോഹന്നാന്റെ സുവിശേഷം 1, 2, 3, 4-ാമത്തെ അധ്യായം. And verse number 19.
അതിന്റെ 19-ാമത്തെ വചനം. Let's read. Sir, the woman said, I can see that you are a prophet. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. Our ancestors worshipped on this mountain, but you Jews claim that the place where we must worship is in Jerusalem. 20-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. So there was a clash, disagreement that was going on between two races, two classes of people, the Samaritans and the Jews. ഇവിടെ രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് വംശത്തിലുള്ള ആളുകൾ അഥവാ ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ ആരാധനയുടെ കാര്യത്തിൽ ഒരു തർക്കം നിൽക്കുകയാണ്. I believe all of you know that this is a dialogue between Jesus and the Samaritan woman. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ യേശുക്രിസ്തുവും ശമര്യക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് അറിയാമെന്ന് ഞാൻ They കരുതുകയാണ്. started from the topic of water. ഇവർ ഇപ്പോൾ വെള്ളത്തിന്റെ വിഷയത്തിൽ നിന്നാണ് സംസാരം തുടങ്ങിയത്. But slowly Jesus, the wisest soul winner, turned the topic of conversation to worship. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ്, ആത്മാക്കളെ നേടുന്ന യേശു കർത്താവ് ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് ആരാധനയുടെ ടോപ്പിക്കിലേക്ക് ആ സംഭാഷണത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. This is a model for all of us. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. When you travel, നാം സഞ്ചരിക്കുമ്പോൾ, when you meet with people, നമ്മൾ ജനങ്ങളുമായി you can ഇടപഴകുമ്പോൾ, start conversation with anything. എന്തെങ്കിലും ഒരു സംസാരം നമ്മൾ തുടങ്ങുമ്പോൾ, But slowly turn the steering നമ്മുടെ സ്റ്റിയറിംഗ് പയ്യെ തിരിക്കണം to spiritual matters. ആത്മിക കാര്യങ്ങളിലേക്ക്. How many of you want to be soul winners? നിങ്ങളിൽ എത്ര പേർക്ക് ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹമുണ്ട്? Try Jesus method. യേശു കർത്താവിന്റെ മെത്തേഡ് ട്രൈ ചെയ്യുക. What is Jesus method? എന്താണ് യേശുവിന്റെ മെത്തേഡ്? If you meet with a person, നിങ്ങൾ ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടുമ്പോൾ, are you saved? നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? You'll go to hell. രക്ഷിക്കപ്പെട്ടില്ലല്ലോ എങ്കിൽ നരകത്തിൽ പോ. That is not the way you should start. അങ്ങനെ ഒരിക്കലും നിങ്ങൾ തുടങ്ങരുത്. Start in a very friendly way. വളരെ സൗഹൃദപരമായി തുടങ്ങുക. A friendly talk. ഒരു സൗഹൃദ സംഭാഷണം. But slowly the steering should be in your hands. The steering wheel you have to turn to spiritual matters. നിങ്ങളുടെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലിരിക്കണം. പയ്യെ തിരിച്ച് ആ ചക്രങ്ങളെ കൂടെ തിരിച്ച് ആത്മീക കാര്യത്തിലേക്ക് കൊണ്ടുവരിക. So Jesus is now talking about what? Worship. ഇപ്പോൾ യേശു കർത്താവ് എന്തിനെ കുറിച്ചാണ് ഇവളോട് സംസാരിക്കുന്നത്? ആരാധന. Hallelujah. ഹല്ലേലൂയ. It's a good subject to discuss. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ ഏറ്റവും നല്ലൊരു വിഷയമാണിത്. Hallelujah. ഹല്ലേലൂയ. Verse number 21, woman, Jesus replied, believe me, a time is coming. Everybody say, a time is coming. Time is coming. A time is coming. സമയം വന്നിരിക്കുന്നു. പറഞ്ഞേ. സമയം വന്നിരിക്കുന്നു. ഓക്കേ. നാല് പേരോട് പറ, സമയം വന്നിരിക്കുന്നു. സമയം വന്നിരിക്കുന്നു. A time is coming when you will worship the Father neither on that mountain nor in Jerusalem. യേശു അവളോട് പറഞ്ഞത് ചേർന്ന് വായിക്കാമോ? സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. 22. The Samaritans worship what you do not know. We worship what we do know, for salvation is from the Jews. 22-ാമത്തെ വചനം വായിക്കാമോ? നിങ്ങൾ, അതായത് ശമര്യക്കാർ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ യഹൂദന്മാർ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. When Jesus came to this world, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he did not come as an American, അവനൊരു അമേരിക്കക്കാരനായിട്ടല്ല not വന്നത്, as an Indian. ഒരു ഇന്ത്യക്കാരനായിട്ടല്ല, He came as a Jew. ഒരു യഹൂദനായിട്ട്. And he was proud of that. അതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. And he is introducing himself as a proud Jew. അദ്ദേഹം ഒരു യഹൂദൻ എന്ന പേരിൽ അദ്ദേഹത്തെ തന്നെ താൻ പരിചയപ്പെടുത്തി. Because they are the descendants of the great patriarch Abraham. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പിതാമഹനായിട്ടുള്ള അബ്രഹാമിന്റെ സന്തതികളാണ് യഹൂദന്മാർ So എന്നുള്ളത്. Jesus said, you worship, you Samaritans, you worship what you do not know. But we, the Jews, we worship the God whom we know. ഇവിടെ യേശു പറയുന്നു, നിങ്ങൾ ശമര്യക്കാർ അറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ യഹൂദന്മാർ അറിയുന്നതിനെ ആരാധിക്കുന്നു. Verse number 23, yet our time is coming and has now come when the true
worshippers, underline that, will worship the Father in the Spirit and in truth. For they are the kind of worshippers the Father seeks. ഓർക്കുക 23-ാമത്തെ വചനം, സത്യനമസ്കാരികൾ, അത് അടിവരയിടുക. സത്യനമസ്കാരികൾ ചേർന്ന് വായിക്കാമോ? പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. Then Jesus makes a statement in verse number 24. He says, God is spirit, and his worshippers must worship in the spirit and in truth. അതിനുശേഷം യേശു കർത്താവ് ഒരു നിർവചനം അവിടെ കൊടുക്കുകയാണ്, പ്രസ്താവന അവിടെ നടത്തുകയാണ്. 24-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. What a revelation! എത്ര വലിയ വെളിപ്പാട്! Jesus came into this world not only to die for us on the cross of Calvary, but also to model, to reveal the right kind of worship the Father desires from us. ഓർക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെയുള്ള പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുക എന്നുള്ള ദൗത്യത്തിന് മാത്രമല്ല, സ്വർഗത്തിലെ പിതാവ് മനുഷ്യരെ കുറിച്ച് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുവിധത്തിലുള്ള യഥാർത്ഥ ആരാധന എന്തെന്ന് കാണിച്ചു തരുവാനുള്ള മാതൃക കൂടിയാണ് യേശു നൽകിയിരിക്കുന്നത്. When Jesus came, he changed everything. യേശു കർത്താവ് വന്നപ്പോൾ അവൻ സകല കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി. He said, people are praying like this. ജനങ്ങളൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുകയാണ്. Jesus said, you guys, you should not pray like that. Pray in this manner. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കില്ലേ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. I will show you the right kind of prayer. ഞാൻ നിങ്ങൾക്ക് ശരിയായ വിധത്തിലുള്ള പ്രാർത്ഥന കാണിച്ചു I will തരാം. show you the right kind of sacrifice. യഥാർത്ഥത്തിലുള്ള യാഗം എന്താണെന്ന് ഞാൻ കാണിച്ചു I will തരാം. show you the right kind of worship. യഥാർത്ഥ ആരാധന എന്തെന്ന് ഞാൻ കാണിച്ചു I will തരാം. show you the right kind of fasting. യഥാർത്ഥ ഉപവാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. I will show you the right kind of giving. യഥാർത്ഥ കൊടുക്കൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. Jesus came to take away the old and to give us the brand new thing. യേശു കർത്താവ് പഴയതിനെ മാറ്റി പുതിയ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള പുത്തൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി തരുവാനായി വന്നു. Somebody say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. Brother Damien ministering in USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York 11001. ഞങ്ങളുടെ പേര് KJ ജോസഫ് എന്നാണ്. ഞങ്ങൾ പറയാനുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. അങ്കിള് 1964 മിലിറ്ററിയിൽ ജോയിൻ ചെയ്തു. ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല, ഞാൻ ജനിച്ചിട്ടില്ല. 64 ജോയിൻ ചെയ്തു. അതിനുശേഷം 83 റിട്ടയർഡായി. ആ കാലയളവിൽ നല്ല സേവനത്തിനുള്ള പ്രത്യേകിച്ചുള്ള പുരസ്കാരങ്ങളൊക്കെ അങ്കിളിന് ലഭിച്ചിരുന്നു. ഇതിനുശേഷം സെക്രട്ടേറിയറ്റിൽ താൻ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, മിലിറ്ററിയിൽ സേവനം ചെയ്തവർക്ക് മദ്യം അവർക്കൊരു കോട്ടയുണ്ട്. അങ്കിൾ പറഞ്ഞത് 8 കുപ്പിയോളം അങ്കിളിന് കിട്ടുമായിരുന്നു മാസത്തിൽ. 8 കുപ്പി കിട്ടും. അതിൽ 6 എണ്ണം പുറത്ത് വിറ്റതിന് ശേഷം 2 എണ്ണം താൻ കയ്യിൽ വെച്ച് താൻ കുടിക്കുമായിരുന്നു. കുറച്ചായി കുടിച്ചു. അവസാനം ജീവിതത്തിൽ കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നു, വിൽക്കുകയും അതുപോലെ സ്ഥിരമായി കുടിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു മദ്യപാനം തൻ്റെ ജീവിതത്തിൽ നിത്യസംഭവമായി മാറി. അതിനുശേഷം അങ്കിൾ പറയുന്നു ഇങ്ങനെ, ആ സമയത്തൊക്കെ തനിക്ക് ഷുഗർ ലെവൽ കൂടുതലായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ശരീരത്തിൽ പല രോഗപ്രശ്നങ്ങളുണ്ടായിരുന്നു.
ഈ അങ്കിള് പറയുന്നു 2012 അങ്കിള് ബ്ലെസ്സിങ് ടുഡേയിലെല്ലാം താൻ ആദ്യമായി കാണുന്നതും അതിനുശേഷം കോട്ടയത്തെ ബ്ലെസ്സിങ് സെൻറ്റർ അന്ന് IMA ഹാളിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് അങ്കിള് അവിടെ വന്നിരുന്നു, അവിടുത്തെ ആരാധനയിൽ പങ്കെടുത്തു. അതിനുശേഷം ബ്രദറിനോട് പ്രാർത്ഥിച്ചപ്പോൾ, അന്ന് ഷൈജി ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ അന്ന് അവിടെ വെച്ച് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് അങ്കിള് മദ്യപാനം നിർത്തണം, യേശു കർത്താവ് തൊട്ടിട്ടുണ്ട്. ഷൈജി ബ്രദർ പറഞ്ഞു. അങ്കിള് പറയേ, ആ 2012 എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. അന്ന് മുതൽ ഞാൻ മദ്യപാനം നിർത്തി, കോട്ട വാങ്ങുന്നത് വരെ നിർത്തി കളഞ്ഞു. 8 കുപ്പി എനിക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്തു. കോട്ടയെ നിർത്തി. അതിനുശേഷം വിൽപ്പനയും നിർത്തി. 4 വർഷം പിന്നിട്ടു. ഇതുവരെ അങ്കിള് പറയുന്നു, മദ്യപാനം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു വെറുപ്പാണ് തോന്നുന്നത്, ഒരു വെറുപ്പ് തോന്നുന്നു. വിൽക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ വെറുപ്പാണ്. അതുകൊണ്ട് 4 വർഷമായി താൻ മദ്യപാനം നിർത്തി. അതുകൊണ്ട് തന്നെ ഷുഗർ ലെവലൊക്കെ ഇപ്പം നോർമലായി, കുടുംബത്തിൽ സമാധാനമുണ്ട്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. തൻ്റെ ജീവിതത്തിൽ 48ഓളം വർഷങ്ങൾ നിലനിന്നിരുന്ന മദ്യപാനം, 48 വർഷങ്ങളുണ്ടായിരുന്ന മദ്യപാനം നിർത്തി. നമ്മൾ മലിനമായിരുന്നാൽ നമ്മളിൽ യേശുവിനിരിക്കാൻ ഇടയില്ല. നമ്മൾ മലിനമാകാതിരിക്കുക നമ്മുടെ ശരീരം, യേശു നമ്മോടുകൂടിയാ. ആ ഒരു അനുഭവം എന്നിൽ ഉണ്ടായതിനാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. 77 വയസ്സ് കഴിഞ്ഞിട്ടും 77 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കാരണം എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്. 2012 അദ്ദേഹം പറഞ്ഞു, അങ്കിൾ ഇതിന്നങ്ങ് നിർത്തിയേക്ക്. അദ്ദേഹം അതനുസരിച്ചു, കുഞ്ഞാടിനെ പോലെ അനുസരിച്ചു. 4 വർഷമായി മദ്യം തൊട്ടിട്ടില്ല, കോട്ട നിർത്തിക്കളഞ്ഞു, ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇരിക്കുന്ന അമ്മമാർ, സഹോദരിമാർ, നിങ്ങളുടെ വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത, ഈ അങ്കിളിന് വേണ്ടി ചെയ്തത് അവിടെയും ചെയ്യും. ഹല്ലേലൂയ. കൈകൾ 2 ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ അങ്കിളിന് കൊടുത്ത ഈ വിടുതലിനായി നന്ദി എന്ന് മാത്രമല്ല, കൈകളെ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാനികളായി ഭവനങ്ങളിൽ മദ്യപാനികളുള്ള ആ കുടുംബങ്ങളിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. അവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ്, എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും ആ മദ്യപാന ശീലം മാറിപ്പോകട്ടെ. ആ കുടുംബങ്ങളിൽ ദൈവിക സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഗോഡ് ബ്ലെസ് യു അങ്കിൾ. ഗോഡ് ബ്ലെസ് യു. ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും അങ്ങയുടെ കരം സ്പർശിക്കണമേ, അങ്ങയുടെ ആത്മാവ് തൊടണമേ. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മാനസികമായ വേദനകൾ മാറട്ടെ, ശാരീരികമായ വേദനകൾ മാറട്ടെ. അതിൽ പ്രത്യേകിച്ച് അതിഭയങ്കരമായ ടൂത്തേക്ക്, പല്ലിൻ്റെ ഏതോ ഭാഗത്ത് ഭയങ്കരമായ കേടുവന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുകൂടാതെ അതിശക്തമായ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന, സൈനസൈറ്റിസ് പോലെയുള്ള തലവേദന, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. കാതിൽ നിന്ന് പഴുപ്പും വെള്ളവും രക്തമൊക്കെ വരുന്ന വ്യക്തികൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ഹോർമോണിൻ്റെ തകരാറുകൾ നിമിത്തമുള്ള രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അസ്ഥികളിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രക്തത്തിലുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ശരീരത്തിൽ എന്തോ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോത്ത്, എക്സ്ട്രാ ഗ്രോത്തായി വളർന്നുകൊണ്ടിരിക്കുന്ന
ആ ശരീരം യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കുടലിനകത്തുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. നിങ്ങൾക്കിപ്പോൾ രോഗം എവിടെയാണോ ആ ഭാഗത്ത്, അല്ലെങ്കിൽ നെഞ്ചിൽ നിങ്ങൾക്ക് കൈവയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മറ്റേ കൈ ഈ സമയത്ത് സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം കർത്താവിൻ്റെ ആത്മാവിനാൽ, നിൻ്റെ ശക്തിയാൽ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസം കുറവാണെങ്കിൽ പോലും കർത്താവ് നിൻ്റെ വലിയ ആർദ്ര കരുണയാൽ സൗഖ്യം കൊടുക്കണമേ. കർത്താവ് നീ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ ശനിയാഴ്ച നമുക്ക് ന്യൂയോർക്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ആ ന്യൂയോർക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വന്നെത്താവുന്ന എല്ലാവരും തന്നെ തീർച്ചയായും വരണം. ഒറ്റ മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. സോ പ്ലീസ് ഡു കം. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനാ ഡയറി, അതുപോലെ ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, CD-യും ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി അത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye.